ജിഷ നടന്നുപോയ വഴിയാണിത്. പുതിയ വീട്ടിലേക്ക് അമ്മയുടെ കൈചേർത്ത് പിടിച്ച് നടക്കാൻ കൊതിച്ച വഴി. അമ്മയുമായി പിണങ്ങിപ്പിരിഞ്ഞ അച്ഛനെ കൂടെ കൂട്ടാൻ ഒരുക്കി വെച്ച ഇടം. വർഷങ്ങൾ നീണ്ട അപേക്ഷകൾക്കും എഴുത്തുകുത്തുകൾക്കും ശേഷം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്ത് ജിഷ വീടുപണി തുടങ്ങിയിരുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു ആ പെൺകുട്ടി. എന്നും വീടുപണി നടക്കുന്നിടത്തേക്ക് ജിഷ വരും. പണിക്കാരുടെ കൂടെ നിന്ന് അധ്വാനിക്കും. പുതിയ അയൽക്കാരോട് നേരത്തെ തന്നെ ചങ്ങാത്തത്തിലായി കഴിഞ്ഞിരുന്നു ജിഷ. തറപണി തൊട്ട് എല്ലാ ദിവസവും തന്നെ അമ്മയും മോളോട് കൂടി വരുമായിരുന്നു. അന്ന് ഇവിടെ ഭായിമാരൊക്കെ പണിക്ക് വരുമ്പോൾ ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കാനും ഇവിടെ പല കാര്യത്തിനും വന്നിട്ടുണ്ട്. ഷീറ്റ് മേടിക്കാൻ വന്നിട്ടുണ്ട്, തൂമ്പയുണ്ടെന്ന് വെച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിനും ഇവിടെ വരാറുണ്ട്. ഞങ്ങളായിട്ട് ഒത്തിരി സംസാരിക്കാറൊക്കെ ഉണ്ട്. നല്ല രീതിയിലാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇന്ന് നിർമ്മിതി കേന്ദ്രയാണ് വീടുപണി ഏറ്റെടുത്തിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ പൂർത്തിയായിരിക്കുമെന്നാണ്. പിന്നെ മഴയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഡിലേ ആവുള്ളൂ. അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ പൂർത്തിയായിരിക്കും. വീടുപണി പൂർത്തിയാകുമ്പോൾ ഉറച്ച കോൺക്രീറ്റ് മേൽക്കൂര ഉണ്ടാകുന്നതും കിടപ്പുമുറി ഉണ്ടാകുന്നതും സ്വപ്നം കണ്ട പെൺകുട്ടി മാത്രം അവിടെ ഉണ്ടാകില്ലെന്ന ദുഃഖമാണ് അവശേഷിക്കുന്നത്. ബിൻസി രവീന്ദ്രൻ, മീഡിയ 1, കൊച്ചി.